അഡ്വക്കേറ്റ് ജയശങ്കർ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. അഡ്വക്കേറ്റ് ജയശങ്കർ, 15 പ്രതികൾക്ക് വധശിക്ഷ ലഭിക്കുന്ന അത്യപൂർവമായിട്ടുള്ള സാഹചര്യം കേരളത്തിൽ ആദ്യമാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ കോടതി വിധി അത് പ്രതീക്ഷിച്ചിരുന്നാണോ ഇങ്ങനെ 15 പേർക്കും വധശിക്ഷ ലഭിക്കുമെന്നുള്ളത്? 15 പേർക്ക് വധശിക്ഷ ലഭിക്കും എന്ന് വിചാരിച്ചില്ല. എങ്കിലും ചില പ്രതികൾക്കെങ്കിലും വധശിക്ഷ ലഭിക്കുമെന്ന് തോന്നിയിരുന്നു. കാരണം കേസിന്റെ വിചാരണയുടെ മൊത്തം സാഹചര്യങ്ങൾ പരിശോധിക്കുമ്പോഴും കേസിന്റെ വസ്തുതകൾ പരിശോധിക്കുമ്പോഴും വളരെ പൈശാചികമായ രീതിയിലുള്ള ഒരു കൊലപാതകമാണ് നടന്നത്. പകരത്തിന് പകരം എന്ന് പറയുമ്പോഴും ഈ മരിച്ചുപോയ രഞ്ജിത്ത് ശ്രീനിവാസനുമായിട്ട് പ്രതികൾക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും വിരോധം ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവായിരുന്നു എന്ന് മാത്രമാണ് കൊലപാതകത്തിനുള്ള ഒരേ ഒരു കാരണം. അവരുടെ പാർട്ടിയിലെ ഒരു പ്രവർത്തകനെ തലേ ദിവസം ഈ പാർട്ടിയുടെ ആളുകൾ കൊലപ്പെടുത്തി. നേരം പുലരുന്നതിന് മുമ്പ് പ്രതികാരം ചെയ്യണം എന്ന വാശിയിൽ നിന്നാണ് ഈ കൊലപാതകം ഉണ്ടായത്. അത് മാത്രമല്ല, കൊലപാതകത്തിന് ഗൂഢാലോചന ഇതിനൊക്കെ വളരെ മുമ്പ് തന്നെ നടന്നിരുന്നു. ഈ കൊല ചെയ്യപ്പെടേണ്ട ആളുകളുടെ ലിസ്റ്റ് നേരത്തെ തയ്യാറാക്കി സൂക്ഷിച്ചു. അതിന് പ്രകാരമാണ് കൊല നടത്തിയത്. ഇതിനൊക്കെ ഡിജിറ്റൽ എവിഡൻസ് അടക്കം കോടതിയിൽ പ്രോസിക്യൂഷൻ ഹാജരാക്കി എന്നുള്ളതാണ് പ്രത്യേകം പ്രസ്താവികമായ കാര്യം. മാത്രമല്ല, ഈ കേസിൽ പ്രതികൾക്ക് ആദ്യം മുതലേ ജാമ്യം കൊടുത്തിരുന്നില്ല. കാരണം കുറ്റത്തിന്റെ കടോര സ്വഭാവം പരിഗണിച്ചു. അതുകൊണ്ടാണ് ഇതിന്റെ വിചാരണ വളരെ പെട്ടെന്ന് പൂർത്തീകരിച്ചത്. ഇതിനു മുമ്പ് നടന്ന പല കൊലപാതകങ്ങളുടെ വിചാരണ തുടങ്ങിയിട്ടില്ല. മഹാരാജ് സ്കൂളിലെ അഭിമന്യുവിന്റെ അടക്കം. അപ്പൊ എന്തുകൊണ്ട് ഇതിന് ഒരു പ്രിയോറിറ്റി കൊടുത്തു എന്നിപ്പോഴേ ആളുകൾ ചോദിക്കുന്നുണ്ട്. കാരണം ഇതാണ്, ഈ കേസിൽ പ്രതികൾക്ക് ജാമ്യം കൊടുത്തിരുന്നില്ല. ജാമ്യം അർഹിക്കാത്തവരാണ് ഇവർ എന്ന് പ്രഥമ ദൃഷ്ട്യ വിചാരണ കോടതിക്കും ഹൈക്കോടതിക്കും ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ജാമ്യം കൊടുക്കാറുള്ളത്. ആ കുറ്റം പരിപൂർണമായിട്ട് തെളിഞ്ഞ സ്ഥിതിക്ക് പരമാവധി ശിക്ഷ കോടതി വിധിക്കും. 15 പേർക്ക് വധശിക്ഷ കൊടുത്ത കേരളത്തിലെ ആദ്യത്തെ കേസാണ്. അഹമ്മദാബാദ് സ്ഫോടന കേസിലൊക്കെ വിധിച്ചിട്ടുണ്ട്. അത് തീവ്രവാദ ആക്രമണ കേസായിരുന്നു. അതൊഴിച്ചാൽ കേരളത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരം പേർക്ക് കൊടുക്കുന്നത്. സെഷൻസ് കോടതിക്ക് വധശിക്ഷ വിധിക്കാനേ അധികാരമുള്ളൂ. തൂക്കി കൊല്ലണമെങ്കിൽ ഹൈക്കോടതിയിലെ ഡിവിഷൻ ബെഞ്ച് സ്ഥിരീകരിക്കണം. അതാണ് അതിന്റെ നിയമവശം. അതെ, അപ്പോൾ അതിൽ ഇനി മുന്നോട്ടുള്ള ഈ പ്രതിഭാഗത്തിനെ നീക്കുമ്പോൾ നേരെ ഹൈക്കോടതി സമീപിക്കുക എന്നുള്ളതായിരിക്കും. പ്രതിഭാഗം ഹൈക്കോടതിയെ സമീപിച്ചാലും ഇല്ലെങ്കിലും ഈ കേസിന്റെ റെക്കോർഡ്സ് ഇപ്പൊ തന്നെ മാവേലിക്കര കോടതിയിൽ നിന്ന് ഹൈക്കോടതിയിലേക്ക് അയക്കും. ഹൈക്കോടതി കിട്ടുമ്പോൾ തന്നെ പ്രോസിക്യൂഷനും പ്രതികൾക്ക് നോട്ടീസ് അയക്കും. പ്രതികളുടെ അപ്പീൽ വരുമ്പോൾ അത് കൂടി ചേർത്ത് പരിശോധിക്കും. പ്രതികൾ അപ്പീൽ കൊടുത്തില്ലെങ്കിൽ പോലും ഹൈക്കോടതി ഇതിന്റെ മൊത്തം തെളിവും വസ്തുതകളും നിയമവും നോക്കിയതിന് ശേഷമേ വധശിക്ഷ ശരിവെക്കുകയോ അല്ലെങ്കിൽ ഇളവ് കൊടുക്കുകയോ ചെയ്യുള്ളൂ. അതായത് എന്തൊക്കെ കാര്യങ്ങളാണ് കോടതിയിൽ കൃത്യമായി നമുക്ക് ശരി, വളരെ നന്ദി അഡ്വക്കേറ്റ് ജയശങ്കർ. ഇപ്പോൾ എന്താണെങ്കിൽ